ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ജപ്പാനിലെ എല്ലാ കടകളിലും ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള കുറെ മിഠായികൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒബോൺ സ്വീറ്റ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒബോൺ എന്ന് പറയുന്നത് ജപ്പാനിലെ ബുദ്ധമത വിശ്വാസികൾക്കിടയിലുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. വർഷത്തിലൊരിക്കലാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മരിച്ചുപോയിട്ടുള്ള ആത്മാക്കളെ ഭൂമിയിലോട്ട് ക്ഷണിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓഗസ്റ്റ് 13 മുതൽ 16 വരെയാണ് ഒബോൺ പീരീഡ് ആയിട്ട് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് തന്നെ ഇവിടുത്തെ റീജിയൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും. ഇവർ ഉപയോഗിക്കുന്ന കലണ്ടറൊക്കെ അനുസരിച്ചിട്ട് ഡേറ്റിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അത് ഓരോ ഏരിയയിൽ ഓരോ രീതിക്കാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എങ്കിലും ഇതിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളെ വീട്ടിലോട്ട് ക്ഷണിക്കുക എന്നുള്ളത് തന്നെയാണ്. കുടുംബത്തിലെ മരിച്ചു പോയിട്ടുള്ള കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ പൂർവികരുടെ ആത്മാക്കളെയൊക്കെ വീട്ടിലോട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇവർ സെമിത്തേരിയിൽ പോയിട്ട് പ്രാർത്ഥിക്കും. സെമിത്തേരിയിൽ പോയിട്ട് ഫുഡ് ഓഫർ ചെയ്യും, പലതരത്തിലുള്ള ഫുഡ്. അക്കൂട്ടത്തിൽ ഈ കാണുന്ന മിഠായികളും അവർ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ അൽത്താരയ്ക്കകത്ത് ഇതുപോലത്തെ സ്വീറ്റ്സും അതുപോലെ തന്നെ ഫുഡൊക്കെ വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ബുദ്ധമതത്തിലുള്ള വിശ്വാസം ആയതുകൊണ്ട് തന്നെയാണ് ഈ സ്വീറ്റ്സ് പലതും താമരയുടെ ഷേപ്പിൽ ഇരിക്കുന്നത്. ഞാനിത് കഴിഞ്ഞ വർഷം വാങ്ങിച്ച് കഴിച്ചു നോക്കിയിട്ടുണ്ട്. ചിലതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്ലൂക്കോസ് പൊടിയുടെ ടേസ്റ്റ് ആണുള്ളത്. ചിലതൊക്കെ അരിപ്പപ്പടത്തിന്റെ പോലത്തെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ വിശറി പോലത്തെ കാണുന്നതൊക്കെ അരിപ്പപ്പടത്തിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ചിലത് ജെല്ലി പോലത്തെ മിഠായികളും ഒക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്വീറ്റ്സ് ഇവിടെ ഭയങ്കര പോപ്പുലർ ആണ്. ഒബോൺ സ്വീറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഒബോൺ പീരീഡിൽ എല്ലാവരും തന്നെ ഇത് വാങ്ങിച്ച് അൽത്താരയിലൊക്കെ വെച്ച് അലങ്കരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കടകളിൽ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒബോൺ ലാൻഡൻസ് ആണ് ഈ കാണുന്നത്. ഇത് വീടിനകത്ത് വെക്കാനും വീടിന്റെ അൽത്താര ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ലാൻഡൻസ് ആണ്. ഇതൊക്കെ ഹാൻഡ് പെയിന്റഡ് ആണ്. ഇതിനകത്തുള്ള ഓരോ ചിത്രങ്ങളും കൈകൊണ്ട് വരച്ചിട്ടുള്ളതാണ്. അത് കാരണമാണ് ഇത്രയധികം വിലയുള്ളത്. താഴെ കറക്റ്റായിട്ട് ഇതിന്റെ ഓരോന്നിന്റെയും വിലയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒബോണിന്റെ സമയത്ത് മാത്രമാണ് കടകളിൽ നമുക്ക് ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് കൂടെയാണ്. ഇതിനകത്തുള്ള ഈ മിക്ക ലാൻഡൻസും റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. മരണത്തിന്റെ കാര്യത്തിൽ കുറച്ചധികം അന്ധവിശ്വാസമുള്ള ആൾക്കാരാണ് ജപ്പാൻകാര്. ഇവർ വിശ്വസിക്കുന്നത് മരിച്ചു പോയിട്ടുള്ള കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ പൂർവികരും ആണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് സൗഭാഗ്യവും സന്തോഷവും ദീർഘായുസും ഒക്കെ നൽകുന്നതെന്നാണ്. അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം മരിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഫാമിലിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഈ ആത്മാക്കൾ ദൈവത്തോട് സംസാരിക്കും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇവർ ഈ മരണപ്പെട്ട ആൾക്കാരെ, കുടുംബാംഗങ്ങളെ നന്നായിട്ട് ആദരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ അനുസ്മരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ യുവതലമുറയ്ക്ക് ഇത് പരിചയപ്പെടുത്താൻ, മരിച്ചുപോയിട്ടുള്ള ആൾക്കാരെ, കുടുംബത്തിലെ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്താനുള്ള ഒരു രീതി കൂടിയായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഈ ഒബോൺ പീരീഡിൽ മരിച്ചുപോയിട്ടുള്ളവരുടെ ആത്മാക്കളെ വീട്ടിലോട്ട് കൊണ്ടുവരികയും തിരിച്ച് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്നതിന് കുറച്ച് രീതികളൊക്കെയുണ്ട്. ഓരോ റീജിയൻ അനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം ഉണ്ടെങ്കിലും പല രീതിക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 13 മുതൽ 16 വരെയാണ് ഒബോൺ പീരീഡ് എന്ന് പറയുന്നത്, 3 ദിവസം. അപ്പൊ ഈ ഓഗസ്റ്റ് 13 തീയതിയാണ് ഒബോൺ പീരീഡിന്റെ ഫസ്റ്റ് ഡേ. ആ ദിവസമാണ് ഇവർ മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. പല രീതിക്ക് കൊണ്ടുവരുന്നവരുണ്ട്. അത് ഓരോ റീജിയൻ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ചില സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിത്തേരിയിലോട്ട് ഒരു ലാന്തൻ വിളക്ക് കത്തിച്ച് കൊണ്ടുപോയിട്ട് അവരെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവർ ആത്മാക്കളെ വീട്ടിനകത്തോട്ട് കൊണ്ടുവരുന്നത്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടില് ചെറുതായിട്ടൊരു തീ കത്തിക്കും. ഞാൻ ഇപ്പൊ കാണിക്കുന്ന ഈ ഇമേജ് കാണുന്ന പോലത്തെ കുറച്ച് തീ ഇങ്ങനെ കത്തിച്ചിടുമ്പോൾ വീടിന്റെ ഫ്രണ്ടിലായിട്ട് വാതിലിന്റെ അവിടെയായിട്ട് കത്തിച്ച് വെക്കുന്ന സമയത്ത് വീട്ടിലോട്ട് ആത്മാക്കൾ വരും. ആ വെളിച്ചത്തിലൂടെ വരും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതിന് ജാപ്പനീസിൽ മുക്കായേബി എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ പറയുമ്പോൾ വെൽക്കമിങ് ഫയർ എന്ന് പറയും. അങ്ങനെയാണ് അവർ ആത്മാക്കളെ വീട്ടിനകത്തോട്ട് ക്ഷണിക്കുന്നത്. വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ഈ ഒബോൺ സ്വീറ്റ്സും കൂടാതെ കുറെ ലാന്തൻസ് ഒക്കെ വെച്ചിട്ട്, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ലാന്തൻസ് ഒക്കെ വെച്ചിട്ട് ഇവരുടെ അൽത്താരയൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യും. ഭയങ്കര പോപ്പുലർ ആണ് ഈ കാര്യങ്ങളൊക്കെ. ഹാൻഡ് മെയ്ഡ് ആണ് ഈ മിക്ക ഒബോൺ സ്വീറ്റ്സും ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. ഇത്ര ഭംഗിയായിട്ട് ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മിഠായികളൊക്കെയാണ് ഈ കാണുന്നത്. കൂടാതെ വേറൊരു കാര്യം കൂടെ ഇവർ ചെയ്യുന്നുണ്ട്. മിക്ക സ്ഥലത്തും ശരിക്കും അത് ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ വെള്ളരിക്കയ്ക്ക് ചോപ്സ്റ്റിക് കൊണ്ട് കാലൊക്കെ കുത്തി വെച്ചിട്ട് ഒരു കുതിരേനെ ഉണ്ടാക്കും. അതുപോലെ തന്നെ വഴുതനങ്ങ വെച്ചിട്ട് ഒരു പശുവിനെ ഉണ്ടാക്കും. ഇത് ആമസോണിലൊക്കെ ഇപ്പൊ പുതിയ മോഡലില് ക്രിസ്റ്റലിലും അതുപോലെ തന്നെ തുണിയിലും സ്പോഞ്ചിലും ഒക്കെ ചെയ്ത പുതിയ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ശരിക്കും ഇത് ഒറിജിനൽ വഴുതനങ്ങയും അതുപോലെ തന്നെ കുക്കുംബറും വെച്ചിട്ട് തന്നെയാണ് പണ്ടൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്, ഈ കുക്കുംബർ ഉദ്ദേശിക്കുന്ന വെള്ളരിക്ക കൊണ്ടുണ്ടാക്കിയ കുതിരേനെ ഉദ്ദേശിക്കുന്നത് പൂർവികർ വേഗത്തിൽ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കുതിര ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഈ കുക്കുംബർ ഉദ്ദേശിക്കുന്നത് ആത്മാക്കൾ വേഗത്തിൽ വരാൻ വേണ്ടിയിട്ടും വഴുതനങ്ങേനെ ഒരു പശു ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പതുക്കെ തിരിച്ചു പോയാൽ മതി. അവര് ഈ ആത്മാക്കൾ പതുക്കെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്, തിരിച്ചു കൊണ്ടുവിടാനുള്ളതിനെയാണ് ഈ വഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയ പശു ഉദ്ദേശിക്കുന്നത്.
ഇതെല്ലാം കഴിഞ്ഞ് ഓഗസ്റ്റ് 16 അവസാനത്തെ ദിവസം ഇവർ ഈ ആത്മാക്കളെ തിരിച്ച് പറഞ്ഞു വിടുട്ടോ ഈ ലോകത്തുനിന്ന്. ആ പറഞ്ഞു വിടുന്നതിനെ പറയുന്നതാണ് സീയിങ് ഓഫ് ഫയർ എന്നാണ് പറയുക. അതിന് ജാപ്പനീസിൽ ഒക്കുരിബി എന്ന് പറയും. അതും റീജിയൻ അനുസരിച്ച് പല സ്ഥലത്തും പല രീതിക്കാണ് ചെയ്യുന്നത്. ചിലയിടത്തൊക്കെ ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഫയർ കത്തിച്ചിട്ട് തന്നെയാണ് ഇവർ പറഞ്ഞു വിടുന്നത്. ഇപ്പൊ പക്ഷെ പോപ്പുലർ ആയിട്ടുള്ളത് പുഴയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് നല്ല ഭംഗിയുള്ള ലാന്തൻസ് ഫ്ലോട്ട് ചെയ്യുന്ന ഒഴുകുന്ന ലാന്തൻസിനെ ഫ്ലോട്ട് ചെയ്ത് കടലിലോട്ട് വിടുന്നതാണ്. ഇപ്പൊ അത് വളരെയധികം പോപ്പുലർ ആണ്. ഇവിടെ മിക്ക സ്ഥലത്തും പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അതിനായിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട് ജപ്പാനിൽ. തൊരോ നഗാഷി എന്നറിയപ്പെടുന്ന ഈ ഫ്ലോട്ടിംഗ് ലാന്തൻസ് പുഴയിലൂടെ ഒഴുക്കി വിടുന്നതിനനുസരിച്ചിട്ട് ഈ പൂർവികരുടെ ആത്മാക്കളൊക്കെ ആകാശത്തോട്ട് പോകുന്നു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അവസാന ദിവസമാണ് ഇത് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് തന്നെ വേറെയും കുറേ ഒബോൺ ഫെസ്റ്റിവൽസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഒബോൺ ഒദോരി എന്ന് പറയുന്ന ഡാൻസ്. ഒബോൺ ഒദോരി എന്ന് പറയുന്ന ഈ ട്രഡീഷണൽ ജാപ്പനീസ് ഡാൻസ് പല രീതിക്ക് കളിക്കും. പല റീജിയൺ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഫാമിലി അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. എങ്കിലും ഇത് മെയിനായിട്ട് ജാപ്പനീസ് തൈക്കോ ഡ്രംസിന്റെ ഒരു ഋതത്തിനനുസരിച്ചിട്ട് തന്നെയാണ് എല്ലാതും കളിക്കുന്നുണ്ടായിരിക്കുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. യുക്കാത്ത ധരിച്ചിട്ടാണ് മിക്കപ്പോഴും ഈ ഡാൻസ് കളിക്കുന്നുണ്ടായിരിക്കുക. യുക്കാത്ത എന്ന് പറയുന്നത് കിമോനോന്റെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. കിമോനോ കുറെ ലെയേഴ്സ് ഒക്കെ ഉള്ള ഒരു വസ്ത്രമാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചൂടുള്ള സമയത്ത് സമ്മറിൽ ധരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കട്ടി കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ട് അധികം ലെയേഴ്സ് ഒന്നും ഇല്ലാത്ത കിമോനോ പോലെ തന്നെ കാണാനിരിക്കുന്ന ഒരു വേഷത്തിനെയാണ് യുക്കാത്ത എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് റൗണ്ടിലൊക്കെയാണ് ഇവർ ഡാൻസ് കളിക്കുന്നത്. ഞാൻ അതിന്റെ കുറച്ച് ഫോട്ടോസ് ഇവിടെ കാണിക്കാം. സമ്മറിൽ നല്ല ചൂടാണെങ്കിലും ജപ്പാനിൽ ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ഈ ഒബോൺ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ബുദ്ധമതത്തിലുള്ള ആൾക്കാരാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മതപരമാണെങ്കിലും ഓൾമോസ്റ്റ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള വെക്കേഷനൊക്കെ ഉള്ള ഒരു സെലിബ്രേഷനും ഫെസ്റ്റിവലൊക്കെയാണിത്.